ഹലോ നമസ്കാരം, സിബി മുളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 4ാമത്തെ തവണയാണ് റെക്കോർഡ് ചെയ്യുന്നത്. ജയ്ക്ക് ഇവിടെ ഉണ്ട്. ജയ്ക്ക് ഓരോരോ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കുപ്പി എടുത്തിട്ട് റെക്കോർഡിങ് നിർത്തി ഞങ്ങൾ വീണ്ടും റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നും പതിവ് പോലെ കുറച്ച് പാഴ്സലുകൾ വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കിക്കളയാം എന്തൊക്കെയാണെന്ന്. ഇന്ന് ഏകദേശം ഒരു 6-7 പാഴ്സലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പാഴ്സലിനുള്ളിൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ലതായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ ചുമ്മാ ഒക്കെ കവറിനുള്ളിൽ കോയിനിട്ട് അയക്കുന്ന ടീമുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അത്യാവശ്യം നല്ലതായിട്ട് ടേപ്പൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള ഒരു ജർമ്മൻ്റെ കോയിൻ. ഇതൊരു വലിയ ജർമ്മൻ്റെ കോയിനാണ്. അതൊരു കേപ്പ് വാർഡ്. പിന്നെ ഇതെല്ലാം ഇപ്പോൾ ഉപയോഗിക്കാത്ത നാണയങ്ങളാണ് കേട്ടോ. ഇപ്പോൾ സർക്കുലേഷൻ ഇല്ലാത്ത, നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത നാണയങ്ങളാണ് കളക്ഷൻ പർപ്പസിന് വേണ്ടി എടുക്കുന്നത്. ഉസ്ബെക്കിസ്ഥാൻ്റെ നാണയമാണ്. നല്ലൊരു നാണയമാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ നാണയങ്ങളെ കിട്ടാൻ പ്രയാസം. നേപ്പാളിൻ്റെ പഴയൊരു ഇഷ്യൂ. അതിനുശേഷം നേപ്പാളിൻ്റെ തന്നെ കോയിനാണ്. അത് അങ്കോളയുടെ ഒരു കോയിനാണ്. അങ്കോളയുടെ ഒരു ചെറിയൊരു നാണയമാണ്. ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നാണയങ്ങൾക്ക് ഒന്നും പ്രത്യേകിച്ച് എക്സ്ചേഞ്ച് റേറ്റ് ഒന്നുമില്ല. ഇത് ഒരു RV ചക്രമാണ്. തിരുവിതാംകൂറിൻ്റെ ഒരു RV ചക്രം. ഒരു നാച്ചുറൽ, എനിക്കൊന്നും പോലെ കുളത്തിലോ കിണറ്റിലോ വെള്ളത്തിലോ ഇവിടെ കിടന്ന് പായലൊക്കെ പിടിച്ചൊരു RV ചക്രമാണ്. ഇത് എസ്റ്റോണിയയുടെ ഒരു കോയിനാണെന്ന് തോന്നുന്നു. എസ്റ്റോണിയയുടെ കോയിനാണ്. അടുത്തായിട്ട് വെസ്റ്റ് ആഫ്രിക്ക, ബ്രിട്ടീഷ് വെസ്റ്റ് ആഫ്രിക്കയുടെ ഒരു കോയിനാണ്. അങ്ങനെ ഒരു പാക്കറ്റിനുള്ളിൽ വന്ന കുറച്ച് കോയിൻസാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പാക്കറ്റ്, ചിലപ്പോൾ ഒരു പാക്കറ്റിനുള്ളിൽ ഒരു കോയിൻ മാത്രമായിരിക്കും കാണുക. ഇത് കുറച്ച് ട്യൂണയുടെ നാണയങ്ങളാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ട്യൂണയുടെ നാണയങ്ങളാണ്. ഒരു വെരി ഫൈൻ കണ്ടീഷനിൽപ്പെട്ട നാണയങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല എക്സ്ട്രാ ഫൈനോ UNC ഒക്കെയാണ് നല്ല വില വരേണ്ട കോയിൻസാണ്. ഈ ഒരു വെരി ഫൈനിലൊക്കെ വരുമ്പോൾ ഒരു 150 രൂപയ്ക്കാണ് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് പ്രൈസ്. ഒരു 150 രൂപ മാക്സിമം, 100 മുതൽ 150 രൂപ വരെയാണ് ഇങ്ങനെയുള്ള നാണയങ്ങളുടെ ഒരു നാണയത്തിന് വരുന്ന മാക്സിമം റീറ്റെയിൽ എന്ന് പറയുന്നത്. കാരണം ഇത് വളരെ കോമൺ ആയിട്ട് അവൈലബിലിറ്റി ഉള്ള ഒരു കോയിനാണ്. ഇനി അടുത്തായിട്ട് കാണുന്നത് കുറച്ച് UAയുടെ കോയിനാണ്. അതിനു മുമ്പ് ഒരു വലിയ നാണയം ഇരിക്കുന്നത് ഹൈദരാബാദിൻ്റെ കോയിനാണ്. ഹൈദരാബാദിൻ്റെ അത്യാവശ്യം നല്ല കണ്ടീഷനിൽ ഉള്ളൊരു വലിയ കോയിനാണ്. സാധാരണ ചെറിയ കോയിൻ ഈ പാക്കറ്റിൽ തന്നെ ഇരിക്കുന്നത് അതുപോലുള്ള ചെറിയ കോയിനാണ് കാണുന്നത്. അതിന് ശേഷം ഇരിക്കുന്നത് ഒരു സിൽവർ ക്വാർട്ടർ റുപ്പിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു ക്വാർട്ടർ റുപ്പിയാണ് ഇരിക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു ക്വാർട്ടർ റുപ്പിയാണ്. അതിനുശേഷം ഇരിക്കുന്ന ആ താഴെ കാണുന്ന നാണയങ്ങളൊക്കെ UAയുടെ ഫസ്റ്റ് ഇഷ്യൂ 1973 നാണയങ്ങളാണ്. ഇത് തിരുവിതാംകൂറിൻ്റെ കുറച്ച് ചെറിയ നാണയങ്ങളാണ്. ഒരു RV 8 കാശും അതുപോലെ തന്നെ ഒരു BRV ബാലരാമവർമ്മയും ഒരു രാമവർമ്മയുടെ 8 കാശും പിന്നെ ഒരു കാശിൻ്റെ 2 വെറൈറ്റി, തിക്കും തിന്നും 2 വെറൈറ്റിയാണ്. അതും ഒരു യൂസ്ഡ് കണ്ടീഷൻ, പക്ഷെ നല്ല ഗ്രേഡാണ് കോയിൻ. നല്ല ഗ്രേഡാണ്. അത്യാവശ്യം യൂസ്ഡ് ആണെങ്കിലും നല്ല ഗ്രേഡാണ് ആ കോയിൻസ്. ഇത് 8 അണ. 8 അണയെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളത് കാണണം. ഇതെൻ്റെ കളക്ഷനിൽ പെടുന്ന ആദ്യത്തെ 8 അണയാണ്. ഇതിന് മുമ്പ് എൻ്റെ 8 അണ വന്നു പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് വന്നൊരു പുതിയ ഈ മാസം വന്നൊരു പുതിയ നാണയം. ഇത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മുറുക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാർ ചുണ്ണാമ്പ് കൊണ്ട് കിടക്കുന്ന ഒരു പാത്രമാണ്. അപ്പോൾ അതും എൻ്റെ കളക്ഷൻ ഇങ്ങനെ ചുണ്ണാമ്പ് കോരിയെടുക്കാൻ വേണ്ടി, ചുണ്ണാമ്പ് നിറച്ച ശേഷം കോരിയെടുക്കാനും അതിനുശേഷം ഇത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു പാത്രമാണ്. നല്ലൊരു പാത്രമാണ്. അപ്പോൾ ഇതും ഒരെണ്ണം വാങ്ങിക്കാൻ പറ്റും. ഇതിങ്ങനെ എന്താ പറയുക, നമ്മൾ അരയിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് നടക്കുന്ന ടൈപ്പ് അതിൻ്റെ ചെയിനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതും ഒരെണ്ണം എൻ്റെ കളക്ഷനിലേക്ക് റീസെൻ്റ്ലി ആഡ് ചെയ്ത് നല്ലൊരു ഐറ്റമാണ്. ഇതെന്താണെന്ന് നോക്കട്ടെ. കുറച്ച് ചെറിയ കോയിൻസ്. ഓക്കെ. ഇത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ 1 ബാർ ഹാഫ് പൈസയാണ്. ഡിഫറെൻറ്റ് ഇയറാണ്, മിക്സ് ഇയറാണ്. എക്സ്ട്രാ ഫൈൻ കണ്ടീഷൻ കോയിനാണ്. അതും അത്യാവശ്യം കുറച്ച് കോയിൻസ് ഒന്നിച്ച് കിട്ടി. വലിയ കുഴപ്പമില്ലാത്ത നല്ല കോയിൻസ് കുറച്ച് കിട്ടി. അതും അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചു. നാണയങ്ങൾ പലരും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരൊക്കെ ചില സമയത്ത് എക്സ്ചേഞ്ച് ചെയ്യും. മറ്റ് നാണയങ്ങളോട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള നാണയങ്ങൾ കിട്ടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാത്രം കളക്ട് ചെയ്യുന്നവർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ മാറി ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വാങ്ങണമെന്ന് തോന്നുമ്പോഴാണ് അത് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇത് ഞാൻ മുമ്പേ നേരത്തെ പറഞ്ഞു, ഒരു 1 അണയുടെ ഒരു 300 കോയിൻസിൻ്റെ ലോട്ടാണ്. ശരിക്കും ഇതാണ് സ്ക്രാപ്പ് ലോട്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ചിലപ്പോൾ ഒരു 10 കോയിനായിരിക്കും നല്ലത് കിട്ടുന്നത്. ബാക്കി കംപ്ലീറ്റ് വേസ്റ്റ് ആയിരിക്കും. കാരണം ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കോയിൻസ് ആയിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു.